വർഷങ്ങൾക്ക് മുമ്പ് ONV എഴുതിയ കവിതയിലെ ഒരു വരി എനിക്ക് ഓർമ്മ വരുന്നു. അരുമയെ നോക്കി നിന്ന് അത്ഭുതം കൂറുന്ന ചാരുനിറം ചേർന്ന ചാന്ദ്രശിലകളെ വാരിയെടുത്തു പോന്നേൻ എൻ്റെ ഭാണ്ഡത്തിൽ. ഇത് ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം സ്വന്തമാക്കി വരുന്ന ഒരു അവകാശത്തോടു കൂടിയാണ് കവി അത് എഴുതിയത്. ഇന്ന് ആ ബഹിരാകാശമൊക്കെ നമ്മുടെ കൈകളിൽ തന്നെയാണ്, നമുക്ക് ഓടിയെത്താവുന്ന ഇടമായി തീരുന്നു എന്ന് സുനിത വില്യംസിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? ശ്രീമതി സുനിത വില്യംസും ബുച്ചും അടങ്ങിയ 4 സംഘം തിരിച്ചെത്തി ലോകത്ത് ശാസ്ത്രത്തിൻ്റെ അജയ്യതയെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചൊരു സംഭവമാണ്. അവിടെ ONV എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് താങ്കൾ പറഞ്ഞ ആ വരികൾ കുറിച്ചത്. അതിനെ അക്ഷരാർത്ഥത്തിൽ നമ്മളിപ്പോഴും ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ വീടിൻ്റെ മൂലയ്ക്ക് നിർത്തുന്ന ഒരു സമയത്തും ഈ ചൊവ്വ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ മനുഷ്യവാസമോ ജീവിതമോ സാധ്യമാകുമോ എന്നുള്ള പര്യവേഷണം ഇവിടുന്ന് അവർ 9 ദിവസത്തേക്ക് പോയതാണ്. 9 മാസം അവിടെ കഴിയേണ്ടി വന്നു. ഈ 9 ദിവസത്തേക്ക് പോകുമ്പോൾ ആ 9 ദിവസത്തെ തയ്യാറെടുപ്പിലാണ്. പക്ഷേ ശാസ്ത്രത്തിന് ചില കാര്യങ്ങളിലൊരു മുൻകരുതലുള്ളത് കൊണ്ട് 9 ദിവസം അല്ലാതെ കുറച്ച് അപ്പുറത്തോട്ടുള്ളതിനുള്ള കരുതലും അവരുടെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ 9 മാസക്കാലത്തേക്കുള്ള കരുതൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതുണ്ടായിരുന്നില്ല. അത് പിന്നീട് അവർ ക്രമീകരിക്കുകയായിരുന്നു. അത് ശാസ്ത്രത്തിൻ്റെ വലിയ മഹത്തായ കാര്യം. നമ്മുടെ ഏതെങ്കിലും ഒരു വേദങ്ങളിൽ ഇങ്ങനെ പോകുന്ന ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? നമുക്കിതിനെപ്പറ്റി ഒന്നും നമുക്ക് ഒരു ധാരണയില്ല. പഴയ ഒരു കാലത്തെ ആ കാലത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ ചരിത്രപരമായ സത്യങ്ങളെയും അന്ന് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിവികാസം അത് ഇപ്പം തന്നെ ഏറ്റവും അവസാനം, ഇന്നലെ ഞാനൊരു വാർത്ത വായിച്ചത്, കാലിൽ ചെരുപ്പിടുമ്പോൾ ആ ചെരുപ്പും കാലും കൂടെ ഉള്ള ഈ സ്പർശത്തിൽ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുതിയ സംവിധാനം കണ്ടുപിടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ഏതാണ്ട് അത് കണ്ടുപിടുത്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പം ശാസ്ത്രം നമ്മൾ സങ്കല്പിക്കുന്നതൊക്കെ എത്രയോ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പൊങ്കാലയിട്ടാലും നമ്മുടെ കരൾ മാറ്റിവെക്കാതെ കരൾ രോഗം ഭേദപ്പെടുത്താൻ കഴിയില്ല. ഏത് പള്ളിയിൽ പോയി നമ്മൾ ഏത് കുർബാന അർപ്പിച്ചാലും നമുക്ക് സർജറി കൂടാതെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റാൻ കഴിയുന്നില്ല. അപ്പം ശാസ്ത്രീയമായ സത്യത്തെ ഓരോ നിമിഷവും അരക്കിട്ടുറപ്പിക്കുകയാണ്. അപ്പോഴും നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വീടിനകത്ത് നിന്ന് നരയിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് കാനഡയിൽ ഏതാണ്ട് 50ഓളം ക്രൈസ്തവ പള്ളികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റക്കാരാണ്, അവിടുത്തെ ആളുകളല്ല, കുടിയേറ്റക്കാർ. നാളായിട്ട് വന്ന ഒരു വാർത്ത തന്നെയാണ്, ഈ അടുത്ത സമയത്ത് വന്നതാണ്. അപ്പം ഞാനിതെല്ലാം സൂചിപ്പിച്ചെന്താ ചോദിച്ചാൽ, വിശ്വാസം എന്നത് മനുഷ്യൻ യുക്തിയില്ലാത്ത ഒന്നായി മനുഷ്യൻ്റെ മുമ്പിൽ പതുക്കെ അനാവരണം ചെയ്യപ്പെട്ടു വരികയും എന്നാൽ ശാസ്ത്രീയമായ ഈ സത്യത്തെ അംഗീകരിക്കാനുള്ള ഒരു താല്പര്യം മനുഷ്യനിലേക്ക് കൂടുതൽ ഉണ്ടാകേണ്ടതുമായ ഒരു സാഹചര്യത്തെയാണ് സുനിത വില്യംസിൻ്റെയും ബുച്ചിൻ്റെയും മടങ്ങിവരവോടുകൂടി ഇവിടുന്ന് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഉപഗ്രഹം അങ്ങോട്ട് വിടുകയാണ്. അത് ഈ എത്രയോ ദൂരം നമ്മളൊരു KSRTC ബസ് ഓടണമെങ്കിൽ അതൊരു ഡ്രൈവർ കയറണം, ആ ഡ്രൈവർ അതിനകത്ത് ഡീസൽ ഉണ്ടാകണം, അതിന് ആ ഡ്രൈവർക്ക് ഒരു കൃത്യമായ റൂട്ടുണ്ടാവണം, ആ റൂട്ട് പറഞ്ഞ് എവിടെയെങ്കിലും വഴിതെറ്റാതെ ഡ്രൈവർക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെയാണ് ഒരു വിമാനം പോകണമെങ്കിൽ അതിന് കൃത്യമായ റൂട്ട്, അതിൻ്റെ പ്ലാൻ എല്ലാം ഉണ്ടാകണം. ഇതിനകത്തിലൊരു ഡ്രൈവറും ഇല്ല, ഒന്നുമില്ല. ഈ ഉപഗ്രഹത്തെ താഴെ ഇരുന്ന് മനുഷ്യൻ നിയന്ത്രിച്ച് മേളി വിടുകയാണ്. അവിടെ ചെന്ന് അവരിരിക്കുന്ന ബാഹ്യാകാശ പേടകവുമായിട്ട് അല്ലെങ്കിൽ ആ പേടകവുമായിട്ട് ഇത് പോയി കണക്ട് ചെയ്യുന്നു. അതിനകത്തേക്ക് അവർക്ക് കയറാനുള്ള സംവിധാനം, കൃത്യമായി തിരിച്ചു വരുന്നു. ഇതെല്ലാം കൃത്യം പ്രിസിഷൻ എന്ന് പറയുന്ന ഇതാണ്. ആ തരത്തിലേക്ക് ശാസ്ത്രത്തിനല്ലാതെ ലോകത്തെ ഏത് സംവിധാനത്തിന് കഴിയും? ആ ശാസ്ത്രീയതയുടെ ഭയങ്കരമായ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുന്നത്. അപ്പോഴും നമ്മൾ ഈ പൊങ്കാലയിട്ടും കുർബാനയർപ്പിച്ചും നേർച്ച നേർന്നും നമ്മുടെ ജീവിതം കളയുകയും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഈ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ നരകിച്ച് വീട്ടിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്തുണ്ടായ മറ്റൊരു തമാശ,
ഒരു പെൺകുട്ടിയുടെ എനിക്കറിയാവുന്നൊരു കേസാണ്. വിവാഹത്തിന് ഇവിടെങ്ങുമുള്ള നാട്ടുമ്പുറങ്ങളിലൊന്നുമുള്ള ജ്യോത്സ്യന്മാർ പോരാഞ്ഞിട്ട് കാണിപ്പയ്യൂർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ജ്യോത്സ്യനെ പോയി കാണാൻ പോകും. ഗുരുവായൂർ. അദ്ദേഹം ഒരു ഗ്രഹനിലയെല്ലാം അവിടെ കുറിച്ച് കൊടുത്ത് ഈ പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും കൂടെ ജാതകമൊക്കെ വെച്ചിട്ട് വിവാഹം നടന്നു. വലിയ തോതിൽ വലിയ ആർഭാടത്തോടെ വിവാഹം നടന്നു. ആ വിവാഹം നടന്ന് 3-ാമത്തെ മാസം ഈ പെൺകുട്ടി പയ്യൻ്റെ കൂടെ അങ്ങ് മറ്റ് സംസ്ഥാനത്ത് പോവുമായിരുന്നു. അത് പേര് പറയാൻ പറ്റത്തില്ല. പോയി 3 മാസം തികയുന്നതിന് മുമ്പ് പെൺകുട്ടി കൊണ്ട് വീട്ടിൽ ഇരിക്കുന്നു. രാവിലെ ഒരു ദിവസം ആ പെൺകുട്ടി അവിടുന്ന് എങ്ങനെയോ പൈസ ഒക്കെ സംഘടിപ്പിച്ച് വിമാനത്തിൽ കയറി ടിക്കറ്റ് ഒപ്പിച്ച് വിമാനത്തിൽ കയറി പെൺകുട്ടിയുടെ വീട്ടിൽ ഇരിക്കുക. അപ്പോഴാണ് വീട്ടിലെ അച്ഛനും അമ്മയും പോലും കാര്യം അറിയുന്നത്. ഈ കാണിപ്പയ്യൂർ കുറിച്ച് കൊടുത്ത ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാണം നടത്തിയതാണ്. യഥാർത്ഥത്തിൽ വേണ്ടതെന്താ? യഥാർത്ഥത്തിൽ അവരുടെ മെൻ്റൽ മാച്ചിങ്ങിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ കല്യാണത്തിന് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയെ കാണാൻ പോവുക, ആ പെൺകുട്ടിക്ക് ഈ പയ്യനെപ്പറ്റി യാതൊരു ധാരണയില്ല. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ പയ്യൻ്റെ ചുറ്റുവട്ടത്തെപ്പറ്റിയൊക്കെ ഒരു അന്വേഷണം എന്നൊക്കെ പറയുന്നത് അത് ചെറിയ കേവലമായ അന്വേഷണമാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താ? വിവാഹിതരാകാൻ പോകുന്ന ആളുകൾ തമ്മിൽ കുറേ സംസാരിക്കാനും അവർ തമ്മിലൊന്ന് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറണം. എനിക്ക് ഈ സുകുമാരഴിക്കോട് പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അദ്ദേഹത്തിൻ്റെ ജാതകം കുറിച്ച ജ്യോത്സ്യം പറഞ്ഞു ഇവൻ സുകുമാർ ഇത്രാമത്തെ വയസ്സിൽ മരിക്കുമെന്ന്. പക്ഷേ അഴിക്കോട് പറഞ്ഞു ഞാൻ പിന്നെയും വളരെ ജീവിച്ചു, ജ്യോത്സ്യന് അതിനു മുമ്പ്. അല്ല, പിന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. നാട്ടിലെല്ലാവർക്കും വേണ്ടി ഈ ടി വിയിലൂടെയൊക്കെ ജ്യോതിഷം ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനയാകർഷണ യന്ത്രവും അതേപോലെ തന്നെ മറ്റു പല കാര്യസിദ്ധി പൂജയൊക്കെ നടത്തി കൊടുക്കുന്ന ആള് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾ ഒരുത്തിൻ്റെ കൂടെ നാട് വിട്ടു പോകുന്നത് നാട്ടുകാരുടെ എല്ലാം ഫലം പറയുന്ന ആളിൻ്റെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന എവിടെയോ ഒരാൾ അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള തമാശ നമ്മൾ ഒത്തിരി കേട്ടതാണ്. അതെ. അപ്പം എന്തായാലും നമ്മൾ ഈ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള ആ ഒരു നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിമുടി ശാസ്ത്രീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം അല്ലാതെ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ വേറെ കിടക്കട്ടെ, പക്ഷെ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ആത്മവിശ്വാസം അവർക്കുണ്ടാണ്. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ യുക്തി അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാൽ അവന് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസമുള്ളൊരു പുതിയ തലമുറയ്ക്ക് മാത്രമേ ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയൂ. നമ്മളപ്പോൾ ഏറ്റവും പ്രധാനം, ഇപ്പം തന്നെ 2-3-4 ദിവസം മുമ്പ് ഈ KT ജലീൽ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും അധികം മദ്രസാ പഠനത്തിന് പോകുന്ന ആളുകളാണ് ഏറ്റവും അധികം കേസുകളിൽ മയക്കുമരുന്നിൻ്റെ ആയാലും മറ്റത്തെ കള്ളക്കടത്തിൻ്റെ ആയാലും ഒക്കെ കേസുകളിൽ പ്രതിയായി വരുന്നത് മദ്രസാ പഠനത്തിന് പോകുന്ന ആളുകളിലാണ് അത് കൂടുതൽ കാണുന്നത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതെ, മദ്രസാ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ധരിച്ചിട്ടുള്ളത് അവിടെയാണ് മോറൽ വാല്യൂസ് അതുണ്ടാകുന്നില്ല. മതപണ്ഡിതന്മാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ഈ മതത്തെ ഇടുക്കി നിർത്താൻ ചുരുക്കി നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിനെ വിശാലമായി കാണാൻ അവരൊരിക്കലും തയ്യാറല്ല. അതുകൊണ്ടാണ് KT ജലീലിനെ പോലുള്ള ആളിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനകത്തെ ഏറ്റവും ശരിയല്ലാത്ത ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു അമ്പലത്തിലും പള്ളിയിലും പോകാതെ ഒരു മതപാഠശാലയിലും പോകാത്ത ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, അവർ കേസുകളിൽ ഇത്രയും വരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഈ മതപഠനത്തെക്കാൾ വളരെ പ്രധാനം വേണ്ടത് ശാസ്ത്രീയ പഠനവും യുക്തിയോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കണമെന്ന സന്ദേശമാണ് സുനിത വില്യംസും ബുച്ചും അവരുടെ മടങ്ങിവരവിലൂടെ ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഹർഷകുമാറിന് തോന്നുന്നുണ്ടോ ഈ പുതിയ തലമുറ ഈ ഇത്തരത്തിലുള്ള മതപഠനത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുമെന്ന്? കാരണം അവരൊക്കെ നമ്മളെക്കാളൊക്കെ എത്രയോ വലുതായിട്ട് ഈ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ചില ഈ സാങ്കേതിക വശങ്ങളൊക്കെ മൊബൈൽ എടുത്താൽ പോലും ഒരു സംശയം ചോദിക്കുന്നത് ഹർഷകുമാറിൻ്റെ മക്കളോടായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുമക്കളോടായിരിക്കും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയല്ലേ? അത് ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ രക്ഷകർത്താക്കളാണ് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവിടാൻ നിൽക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് എന്താ? ഈ മതപഠനം നടക്കുന്നിടത്തൊരിടത്തും ധാർമ്മികതയുടെ പഠനമില്ല.
അവരെപ്പോഴും അവരുടെ മതത്തിൻ്റെ സിസ്റ്റം മാത്രം പഠിപ്പിച്ച് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുട്ടികൾ അതൊന്നും ദഹിക്കുന്നില്ല. അവരവരുടെ ഒരു പുതിയ ലോകത്ത് പുതിയ അവരുടെ ശാസ്ത്രീയമായ യുക്തി ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ തകരാറുണ്ടായാൽ, അല്ലെങ്കിൽ അതിനകത്തൊരു ആ സംവിധാനത്തിൽ ഒരു ചെറിയ പശക് നമുക്ക് തോന്നിയാൽ നമ്മൾ കിടന്ന് പകച്ചു നിൽക്കുമ്പോൾ 2 വയസ്സുള്ള 3 വയസ്സുള്ള കൊച്ചു കുഞ്ഞിട്ട് വന്നിട്ട് അവൻ്റെ യുക്തിയിൽ അവനതിനെ പെട്ടെന്ന് എടുപ്പിച്ചു തരും. അതാണ് വ്യത്യാസം. അപ്പം ശാസ്ത്രീയ പഠനത്തിലുള്ള അവസരം കൂടുതൽ സൃഷ്ടിക്കുക എന്ന ഒരു സന്ദേശമാണ് സുനിത വില്യംസും ബുച്ചും അവരുടെ സൗരപഥത്തിലെ യാത്രയ്ക്ക് ശേഷം തിരികെ വന്ന് നമുക്ക് തരുന്നത് എന്നതാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.